അപ്പൊ അത്രയുമില്ല, 2 മാസത്തെ ശമ്പളം അങ്ങോട്ട് വീട്ടിലേക്ക് കൊടുത്താൽ നമ്മള് എന്താ പറയാ, അപ്പൊ ഒരു മുൻകൂർ ജാമ്യമായിട്ട് ഞാൻ നേരെ സ്വർണ്ണപ്പണിക്ക് പോയി. ആ 2 മാസത്തെ ശമ്പളം കിട്ടി, റിസൾട്ട് വന്നു, മനോഹരമായി പൊട്ടി. അങ്ങനെ അപ്പൊ ഞാൻ ആകെ സങ്കടപ്പെട്ടിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും അവർക്കൊക്കെ അതേ അമ്മയുടെ വയറ്റിൽ പറഞ്ഞ എനിക്ക് എന്തുകൊണ്ടാണ് ഈ മാർക്ക് പറയുന്നത്? അവര് നല്ലപോലെ പഠിക്കുന്നുണ്ട്. ഇത് ഞാൻ എന്നാ അവരെ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പഠിച്ചിട്ട് എനിക്ക് എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു? അപ്പൊ ഭയങ്കരമായി സങ്കടപ്പെട്ടിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. അപ്പൊ റബ്ബറുണ്ട്, നമുക്ക് 2-2.5 ഏക്കർ റബ്ബറുണ്ട്. അച്ഛൻ പറയും അവർ റബ്ബർ വെട്ടി ജീവിക്കും എന്ന് പറയും. അവര് നല്ലപോലെ പഠിക്കും. അപ്പൊ എല്ലാവരും നമ്മുടെ ഒരു അവരുടെ വിഷമം കൊണ്ടാണ് പറയുന്നത്. കാരണം നമുക്ക് എല്ലാം തരുന്ന ബുക്ക്, ഇപ്പൊ മറ്റുള്ള കുട്ടികളെ പോലെയുള്ള മീഡിയം ലെവലിൽ ജീവിക്കുന്ന വ്യക്തികളോട് ചോദിച്ചാൽ എല്ലാം വാങ്ങിച്ചു തരുന്ന ഇതാണ്. അപ്പൊ ഒന്നും കുറവില്ല. പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ, എന്നാൽ കളിച്ച് നടക്കി കുട്ടികളുടെ കൂടെ പോയി കളിച്ച് അലമ്പായിട്ട് ഞാൻ നടന്നതുമല്ല. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി ഉണ്ട്. എന്റെ വിദ്യാഭ്യാസം കുറച്ചത് ദൈവത്തിലേക്ക് വരാൻ വഴിയാണ്. PhD എടുത്ത അനിയൻ, സയന്റിസ്റ്റായ അനിയൻ അറിയുന്നതിനേക്കാൾ എന്റെ ദൈവം എന്നെ ഇന്ന് അവൻ വാങ്ങിക്കുന്ന സാലറിയേക്കാൾ ഏകദേശം ഇപ്പൊ ഞാൻ പറഞ്ഞ എത്ര സാലറി പ്രതീക്ഷിച്ചു? ഇപ്പൊ ഒരു ഡോക്ടറേക്കാളും കൂടുതൽ സാലറി എനിക്ക് കിട്ടാനുള്ള അല്ലെങ്കിൽ ബിസിനസ് ഞാൻ നടത്തുന്നു. എനിക്ക് 150 പേര് എന്നെ സാറേ എന്ന് വിളിക്കുന്നു. അതായത് 150 പേര് എന്നെ സാറേ. അതില് CA പഠിച്ച ആൾക്കാരുണ്ട്, PG പഠിച്ച ആൾക്കാരുണ്ട്. ഇവരെല്ലാം എന്നെ സാറേ എന്ന് വിളിക്കുന്നു. ഞാൻ മണ്ടനായ 9-2 മാർക്ക് വാങ്ങിച്ച എന്റെ ദൈവം തരുന്നത്. അപ്പൊ വിഷമമുണ്ടാവും. പക്ഷെ ദൈവത്തിന് ചില പദ്ധതി, ആ പദ്ധതി കൊണ്ട് അപ്പൊ വിഷമിക്കുക. ചിലപ്പോ എന്തെങ്കിലും ഇപ്പൊ ഞാൻ പല പ്രതിസന്ധിയിൽ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. പക്ഷെ ആ വിഷമം അതിന് ഏറ്റവും നല്ല ഗുണകരമായി മാറ്റാനുള്ള എന്നെ പോലെ ഉയർത്തിയവര് നിങ്ങളിൽ ആരും ഉണ്ടായാലും ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വിദ്യാഭ്യാസം എന്റെ യേശു. പല സ്റ്റേജിൽ മന്ത്രിമാരുടെ കൂടെ ഞാൻ ഇരുന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. യേശുവിൽ ഒരു വിദ്യാഭ്യാസം ഇല്ല. എന്റെ വിദ്യാഭ്യാസം ദൈവ കൃപയാണ്. ആ ദൈവത്തിന് ഇഷ്ടമുള്ള. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ തല കുനിച്ചാൽ തീർച്ചയായിട്ടും വേറൊരാളുടെ മുമ്പിലും ഒരു വ്യക്തിയുടെ മുമ്പിൽ തല കുനിക്കേണ്ടതായിട്ട് വരത്തില്ല.